കാലാവധി ഉണ്ടല്ലോ എന്നല്ല. ആർക്ക്? അത് കാലാവധി പദ്ധതിക്കും സർക്കുലറിനോ. നമുക്ക് കാലാവധി ഉണ്ടോയെന്നറിയില്ല. കണ്ടോ? വസാബിക്കോൻ, നന്മയിൽ മുൻകടന്നവർ സ്വർഗത്തിലും മുൻകടക്കും. അവരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവരെ പ്രത്യേകത അവർ നന്നായിട്ട് അമല് ചെയ്യും. പരമാവധി 50-ൽ തന്നെയാണ് NH പോണത്, പരമാവധി. പിന്നെ റോഡൊക്കെ നന്നാക്കി സ്പീഡ് ലൈൻ ഉണ്ടാവുമല്ലോ, അത് കിട്ടി റോഡൊക്കെ അടിപൊളിയായി എന്ന് കണ്ടപ്പോൾ 80 മാറിയിട്ട് 120-ലേക്ക് പോകാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഗിയർ മാറ്റിയ പോലെ ജീവിതം. എന്താണെന്നറിയില്ല. അത് വണ്ടി വിടുമ്പോൾ അല്ല മനസ്സിലായത്, വണ്ടി അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. എടാ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവും. ചില ഉപ്പാപ്പന്മാർ മരിച്ചു കഴിഞ്ഞാൽ ഹാദ്യയിലോ മുത്തായിലുമായിട്ട് പഠിക്കുന്ന ആൺകുട്ടികൾ, പെൺകുട്ടികൾ, പേരക്കുട്ടികളുടെ ഒരു കുറിപ്പ് മഹല്ല് വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോർവേഡ് മെസ്സേജ് ആയിട്ട് വരും. മരണം മുന്നേ കണ്ട ഉപ്പാപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാമ. ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഉപ്പാപ്പ എപ്പോഴും തഹജ്ജുദ് 4 നിസ്കരിക്കൽ. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് തഹജ്ജുദ് 8 റക്അത്ത് നിസ്കരിക്കുന്നു. സംസം വെള്ളം അല്ലാതെ ഉപ്പാപ്പ ഈ 3 ആഴ്ചകളിലായി കുടിച്ചിട്ടില്ല. ബുർദ എന്നെ കൊണ്ട് കുറേ ചൊല്ലിപ്പിച്ചിരുന്നു. മരണം പലതവണ പറഞ്ഞിരുന്നു. കണ്ടോ? ഒരുങ്ങിയിട്ടാണ് പോയത്. ഒരുങ്ങാനായിരുന്നു. നമ്മളൊക്കെ ഒരുങ്ങാനായിട്ടുണ്ട്. ഗിയറൊന്ന് മാറ്റണം, ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റണം. എത്രാന്ന് വിചാരിച്ചിട്ട്? ആഷ എന്ന് പേരുള്ള ഒരാളുണ്ട്. ആഷ, അയാളുടെ പേര് ആഷ എന്നാണ്. തഫ്സീർ ഖുർത്തുബിയിൽ കാണാം. അയാൾ മുസ്ലിം ആവണം, നന്നാവണം എന്നൊക്കെ വിചാരിച്ച് പോവുക. അപ്പോൾ ശത്രുക്കൾ ബ്ലോക്ക് ചെയ്തു. എവിടെ പോവുക? മുസ്ലിം ആവാൻ. ഇയാളെ തടയാനൊട്ട് കഴിയൂല. ആശയം കൊണ്ട് എതിർക്കാൻ പറ്റുമോ എന്നർത്ഥത്തിൽ പറഞ്ഞു, ഇസ്ലാമിലേക്ക് പോയാൽ ഒരാളെ മാത്രം, ഒരു ഇലാഹിനെ ആരാധിക്കാം. അതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പോണത്. അതിൽ വീണിട്ടില്ല. അടുത്തത് പിന്നെ വ്യഭിചാരമൊന്നും പറ്റൂല ഇസ്ലാമിൽ. അതല്ലെങ്കിലും പറ്റരുതല്ലോ. അന്യ പെണ്ണിൻ്റെ അടുത്ത് പോകും, പറ്റൂല. ഇയാളങ്ങനെ കുടിക്കാൻ പറ്റൂല കേട്ടോ ഇസ്ലാമിൽ. അങ്ങനെയുണ്ട്, നിയമമുണ്ട്, കുടിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഒരു കൊല്ലം അടിച്ച് കുടിക്കുക. ഏതായാലും ഡിഗ്രി ഫൈനൽ ഇയർ അല്ലേ, അടിച്ചു പൊളിക്കാം. അടുത്ത കൊല്ലം നന്നാവാ. അങ്ങനെ ഉണ്ടാവില്ല. ലാസ്റ്റ് മോളെ കല്യാണം കൂടി അടിച്ചു പൊളിക്കാം. കാരണം എനിക്ക് ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് മോളില്ലല്ലോ. പിള്ളേരല്ല ഉസ്താദേ, അങ്ങനത്തെ ഒരു ചിന്ത മൂപ്പർക്ക്. ഒരു കൊല്ലം കുടിക്കാം, അടുത്ത കൊല്ലം ഇസ്ലാമിലേക്ക് വരാം. മൂപ്പര് തിരിച്ചു പോകുമ്പോൾ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ് മരിച്ചു. ഇതാണ് നാളെ നന്നാവാം എന്ന് ചിന്തിക്കുന്നവരുടെ ദുരന്തം. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ജീവിതത്തിൽ വേണ്ട ഒരാശയത്തിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സമയമൊന്നും നമ്മൾ കളയാതിരിക്കുക. സമയം എത്രയായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തിട്ട് സമയം പോയത് അറിയാത്ത കാലത്താണ് നമ്മൾ ജീവിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിന് ദീർഘായുസും കൂടി കിട്ടിയിട്ടുണ്ട്. 30 സെക്കൻഡിൽ നിന്ന് മാറി 1-ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ കുറച്ചും കൂടി നമ്മൾ അനാവശ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്. ഒരു സ്റ്റാറ്റസ് നോക്കാൻ വേണ്ട സമയം 1 മിനിറ്റ്. 2 ആളുടെ സ്റ്റാറ്റസ് നോക്കാൻ 2 മിനിറ്റ്. 2 മിനിറ്റ് കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 10 ഖുൽഹുവല്ലാഹു ഓതാൻ പറ്റും. 10 ഖുൽഹുവല്ലാഹു ഓതിയാൽ സ്വർഗത്തിൽ വീട് കിട്ടുമെന്ന് ഹദീസുണ്ട്. സ്വർഗത്തിൽ വീട് കിട്ടുമെന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഹദീസിൽ വന്നാൽ അയാൾ ഈമാനോടെ മരിക്കും എന്നും അതിനർത്ഥമുണ്ട്. അപ്പോൾ ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള ഗ്യാരണ്ടിയാണ് ഡെയിലി 10 ഇഖ്ലാസ് സൂറത്ത് ഓതൽ. 86,400 സെക്കൻഡ് ഉണ്ട് ഓരോ ദിവസവും. അതിൻ്റെ മലയാളമാണ് 24 മണിക്കൂർ എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് 2 മിനിറ്റ് സമയം നമുക്ക് ആഖിറത്തിലേക്ക് ചെലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഖുർആൻ തന്നെ പറഞ്ഞു, ഹത്താ സുർത്തുമുൽ മഖാബിർ, ഈ തിരക്ക് നിനക്ക് ഖബറിലെത്തുന്നവരെ ഉണ്ടാവും. ഖബറിലേക്ക് പോകുമ്പോൾ കഫം പുടക്ക് കീശയില്ലാത്തതുകൊണ്ട് വലിയ ഫോണും കൊണ്ടുപോകാൻ കഴിയില്ല, ചെറിയ ഫോണും കൊണ്ടുപോകാൻ കഴിയില്ല, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മളത് എന്താ ഇപ്പം ഖബറിലേക്ക് കൊണ്ടുപോവുക? ഒരു ആയിഷ ഹജ്ജുമ്മ 96-ാം വയസ്സിൽ മരിച്ചു എന്ന് വിചാരിക്കുക. അവരുടെ ചെവിയിൽ ഇങ്ങനെ കുറേ പൊന്നുണ്ടാവും. ഇവിടെ എന്താ അതിനെ പറയല്? ചിറ്റോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവം? ആ 96-ാം വയസ്സുള്ള ആയിഷ ഹജ്ജുമ്മൻ്റെ ഈ ചിറ്റ് സ്വർണത്തിൻ്റെ ഓരോ പീസ് ഊരിയപ്പോൾ ലാസ്റ്റ് പണ്ട് ഇട്ട ആ ചെറിയ സ്വർണത്തിൻ്റെ കഷ്ണം ഊരാൻ കഴിയുന്നില്ല. തട്ടാൻ ജ്വല്ലറിക്കാരൻ പറഞ്ഞു, ഇതിപ്പോൾ എടുക്കുകയാണെങ്കിൽ മുറിവുണ്ടാവാൻ സാധ്യത ഉണ്ട്, മയ്യത്തിനോട് ഒരു അനാദരവാകുമോ. ഏതെങ്കിലും പേരക്കുട്ടികൾ മക്കൾ പറയാം,
ഈ ഇരുമ്പിൻ്റെ ചെറിയ പീസ് എടുത്തിട്ടെങ്കിലും അത് പൊരിച്ച് കൊണ്ടുപോയിട്ടല്ലാണ്ട് മനുഷ്യന്മാർ വിട്ടൂല. മനുഷ്യന്മാരെ, നമ്മളെ തഹജ്ജുദ്, നമ്മളെ സ്വലാത്ത്, നമ്മളെ സൂറത്തുൽ മുൽക്ക്, അതാണ് നമുക്ക് ഖബറിലുണ്ടാവുക. നിങ്ങൾ ആരെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ പണിയെടുക്കണത്? യൗമ യഫിറുൽ മർഉ അൻ അഖീഹി വ ഉമ്മി. ആരാരെ നോക്കല്? എല്ലാവരും അവരവരുടെ സ്വർഗ സീറ്റ് ഉറപ്പിച്ചിട്ട് ഉമ്മ ഉണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുള്ളൂ. എല്ലാവരും അങ്ങനെ നോക്കുള്ളൂ. അതുകൊണ്ട് നമ്മളെ സമയം അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കും. വേറെ ആളെ സമയം കളയാനും നമ്മൾ പോണ്ട. വെറുതെ അനാവശ്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഒന്നിനും നമ്മൾ നിൽക്കണ്ട. നമ്മളെ സമയം മുഴുവനും ഖൈറിന് ചെലവഴിക്കും. ഒരാള് മരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം? നിങ്ങളെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വെള്ളം വിതരണം ചെയ്യട്ടെ എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ 2 മിനിറ്റ് അത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും, സമയമാകാണ്ട് എങ്ങനെ ഉപരോട് നിർത്താൻ പറയുന്നത്? വെറുതെ അതാ പറഞ്ഞ ആവശ്യം ഒന്നും ചിന്തിക്കേണ്ടത്. ഇപ്പം ക്ലിയർ ആയില്ലേ? പോവാല്ലേ? സ്മൂത്തായിട്ട് പോകാം. ഒരാൾ മരിക്കണ സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ആവലും ആഗ്രഹിക്കുന്നതും സമയം കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ്. അതാണ് നമ്മൾ വെള്ളിയാഴ്ച കേൾക്കാറുണ്ടല്ലോ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം തരോ. അജല് എന്ന് പറഞ്ഞാൽ തന്നെ സമയം എന്നർത്ഥം. കുറച്ച് സമയം തരോ. പിന്നെന്തിനാ അതിൻ്റെ കൂടെ ഖരീബ് എന്ന് പറഞ്ഞത്? അഥവാ 1 മണിക്കൂർ തരാൻ എന്തെങ്കിലും മലക്കളുടെ ഒരു രേഖാപരമായ പ്രശ്നങ്ങളോ പ്രോട്ടോക്കോളിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കിട്ടിയാൽ മതി. ഇനി അരമണിക്കൂറില്ലെങ്കിൽ ഒരു കാമണിക്കൂറെങ്കിലും, കാമണിക്കൂറില്ലെങ്കിൽ ഒരു 1 മിനിറ്റെങ്കിലും, അതില്ലെങ്കിൽ ഒരു 1/2 മിനിറ്റ് കിട്ടിയാൽ മതി. ഇനി 1/2 മിനിറ്റ് ഇങ്ങ് തരുന്നതിന് എന്തോ ബുദ്ധിമുട്ട്, മറ്റു പ്രശ്നം, പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡ് കിട്ടിയാൽ മതി. അല്ലാതെ 2 സെക്കൻഡ് കിട്ടിയിട്ട് എനിക്ക് എന്താ വേണ്ടേ? അല്ല ഒരു സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് 10 കൂലിയുണ്ട് അന്നാ തിരിയൽ. അതിൻ്റെ മുമ്പത്തെ രാത്രി വരെ മൂപ്പര് എത്ര മണിക്കാണ് ഉറങ്ങിയത്? ലാസ്റ്റ് സീൻ ടുഡേ 2:36 വാട്സപ്പ്. പിറ്റേന്നോ 2 സെക്കൻഡ് ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അങ്ങനെ 2 സെക്കൻഡിക്ക് തന്നാൽ ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ നന്നായിക്കോളാം കേട്ടോ. ഇനി ഒരാൾ സ്വർഗത്തിലെത്തിയ ടെൻഷൻ അടിക്കോ? ഇല്ല. സ്വർഗത്തിൽ എന്ത് ടെൻഷൻ? അഥവാ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ സമയം നഷ്ടപ്പെടുത്തിയതിലേ ടെൻഷൻ ഉണ്ടാവുള്ളൂ, വേറെ ഒരു കാര്യത്തിലും ഉണ്ടാവില്ല. ഇനി നരകത്തിലെത്തിയാലോ അയാൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കല് സമയം തരോ, സമയം തരോ എന്ന്. സൂറത്ത് ഫാത്തിറിലുണ്ടല്ലോ, റബ്ബനാ, നമ്മുടെ റബ്ബേ. എന്താ കുറേ നേരം വിളിക്കണത്? എന്താ കാര്യം? അഖ്രിജിനാ, എന്നെ ഒന്ന് നരകത്തുനിന്ന് പുറത്തെടുക്കോ. നരകത്തുനിന്ന് പുറത്തെടുത്തിട്ട് എനിക്ക് എന്താ വേണ്ടത്? വണ്ടിയാ? വണ്ടിയൊന്നും വേണ്ട. വണ്ടി? പെണ്ണോ? പിന്നെന്താ വേണ്ടത്? വീടോ? ഫുഡാ? പിന്നെ എന്താ വേണ്ടത്? കുറച്ച് സമയം തരും, പ്ലീസ്. കരഞ്ഞു നോക്കും, അട്ടഹസിക്കും. യസ്തരിഖൂന പ്രയോഗം, അട്ടഹസിച്ചിട്ട് ചോദിക്കും കുറച്ച് സമയം തരും. എന്തിന്? നഅമൽ സ്വാലിഹൻ, നല്ല നല്ല അമൽ ചെയ്യാം. അതിൽ എൻ്റെ പെരുമ്പടായ നീ എന്നെയും അങ്ങോട്ടേക്ക് പോയാൽ നീ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലല്ലല്ല, നഅമൽ സ്വാലിഹൻ, ഞാൻ നല്ല നല്ല അമൽ ചെയ്തോളാം. മൂപ്പരെന്നെ പറയും ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ചെയ്ത ഒരു തെറ്റും ഞാൻ ചെയ്യൂല, നല്ല നിലക്ക് ജീവിച്ചോളാം, സമയം കളയൂല, സമയം കളയൂല. അപ്പൊ അള്ളാന്റെ ചോദ്യം, നീ ഇപ്പൊ സമയം തരുമോ എന്ന് ചോദിക്കണ്ടല്ലോ. ഈ സമയം പണ്ട് നിനക്ക് കിട്ടിയിട്ടില്ലേ? കിട്ടീന്. അന്നെന്താ ഒന്നും ചെയ്യാതിരുന്നത്? എന്നിട്ട് ഇപ്പം ഇവിടുന്ന് അട്ടഹസിക്കണത് എന്താ? അത് ഞാൻ അങ്ങനെ എന്നെ മനസ്സിലായ അള്ളാഹ്ക്ക്. എന്താ എൻ്റെ പ്രശ്നം? നീ ഇപ്പം എനിക്ക് എന്നെ മനസ്സിലാക്കി തരുന്നത് എന്താ പ്രശ്നം? ഞാൻ ആ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരിച്ചുപോയ 32 വയസ്സുള്ള മധ്യവയസ്കനായിട്ടുമില്ല, ചെറുപ്പക്കാരൻ ഇങ്ങനെ കഴിഞ്ഞിട്ടുമില്ലാത്ത നീയാണല്ലേ? എന്നിട്ട് അപ്പോൾ കാര്യമായിട്ട് നല്ല ജീവിതം നയിക്കാനുള്ള പ്രായമൊന്നും അങ്ങനെ കിട്ടിയിട്ടുമില്ല, നന്നാവണമെന്ന് വിചാരിച്ചങ്ങനെ. അത് ശരി. മൂപ്പര് നീ എന്താ പറയണത്? ഞാൻ 18-ാം വയസ്സിൽ മരിച്ചതാണ്, കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മൂപ്പരിക്ക് പിന്നെയും 32 വയസ്സെങ്കിലും ഉണ്ടായി. ഞാൻ പ്രായപൂർത്തിയായ ശേഷം ആകെ 3 കൊല്ലം ഉണ്ടായിട്ട്. മാഡം എന്താ പറയണത്? ഞാൻ 21-ാം വയസ്സിൽ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഡോക്ടറെ അടുത്ത് നിന്ന് എന്തോ പറ്റിപ്പോയിട്ട് അങ്ങനെ മരിച്ചു. ശരിയാ,
ഓക്കെ. അപ്പോൾ കാര്യമായിട്ട് പ്രായം സമയമൊന്നും കിട്ടിയില്ല, നന്നാവാൻ മാത്രം എന്നല്ലേ പറഞ്ഞതിൻ്റെ ആശയ ചുരുക്കം? അതെ അതെ, അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ അള്ളാഹിൻ്റെ തിരിച്ചു ഒറ്റ ചോദ്യമേ ചോദിക്കുള്ളൂ. അള്ള ചോദിക്കുന്ന ചോദ്യം എന്താ പറയുക? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. നന്നാവാനുള്ള പ്രായം കിട്ടിയിട്ടില്ലാന്നോ? സാർ എത്രയാണ് പറഞ്ഞത്? 36-ാം വയസ്സ്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. 30 വയസ്സുള്ള കുറേ ചെറുപ്പക്കാർ സ്വർഗത്തിലുണ്ട്, പ്ലസ് 6 കൊല്ലം. നിങ്ങൾക്ക് കിട്ടിയില്ലേ? നന്നാവാൻ അത്രയൊക്കെ മതി. പിന്നെ നീ എത്ര പറഞ്ഞ? 18-ാം വയസ്സിൽ 18-ാം വയസ്സിൽ മരിച്ചത്, 16 വയസ്സുള്ള ആയിരക്കണക്കിന് മക്കൾ അതാ സ്വർഗത്തിൽ, പ്ലസ് 2 കൊല്ലം. മാഡ് എത്ര പറഞ്ഞത്? 21-ാം വയസ്സ്. 20 വയസ്സിൽ എത്ര ആളുണ്ട്? 19, 18, 17, 16 എത്ര ആളുണ്ട്? പ്ലസ് ഇത്രയും കൊല്ലം കിട്ടിയില്ലേ? ലാസ്റ്റ് സീൻ ടുഡേ 2:35 കടന്നുള്ളയാണ്. വജാഅകുമുൻ നദീർ. ഈ ഉദാഹരണം പറഞ്ഞിട്ട് തന്നെ വഅളും കേട്ടിട്ടില്ലേ നാട്ടിൽ നിന്ന്? വജാഅകുമുൻ നദീർ. എന്നിട്ടും അന്ന് രാത്രി എത്ര ഉണ്ടായിരുന്നത്? ലാസ്റ്റ് സീൻ ടുഡേ എത്ര ഉണ്ടായിരുന്നേ? സമയം. അത് അമൂല്യമാണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും ഭാഗ്യവാന്മാരല്ലേ? നമുക്ക് അള്ളാഹു വഅളിൻ്റെ സദസ്സ് തന്നില്ലേ? ജീലാനി തങ്ങളുടെ ആണ്ട് ആഘോഷിക്കാനുള്ള പരിപാടികൾ തന്നിട്ടില്ലേ? തസവുഫിൻ്റെ ആശയങ്ങൾ നമുക്ക് കിട്ടിയില്ലേ? എന്നിട്ട് നമുക്ക് മാറ്റമില്ലെങ്കിൽ കൂട്ടുകാരെ, നമുക്കെന്തോ പ്രശ്നമുണ്ട്. ഒരാളുടെ ഖൽബ് ചത്തുപോയി, മരിച്ചുപോയി എന്നുള്ളതിന് 3 അടയാള മഹാന്മാർ പറയണത്. ഒന്ന്, അല്ലാ യജിദലി ത്വഅതി സമറ. ഇബാദത്ത് ചെയ്യാൻ മധുരം ഉണ്ടാവില്ല, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ബാങ്ക് കൊടുത്തോ ഇത്ര പെട്ടെന്നാ? ഈ വെള്ളിയാഴ്ച ജുമാന് ശേഷം തീരെ ബർക്കത്തുണ്ടാവില്ല അല്ലേ? അസർ ബാങ്ക് കൊടുക്കും. മൂപ്പർക്ക് ബാങ്ക് കൊടുത്ത് തന്നെ ഒരു സുഖക്കുറവ് പോലെ തോന്നുന്നു. കണ്ട, ശരിക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയുന്നറിയോ? അരിഹിനായ ബിലാൽ, ബിലാലെ നമ്മളൊന്ന് സന്തോഷിപ്പിച്ചേ മോനെ. അതിൻ്റെ അർത്ഥം എന്താ അറിയാം? ബാങ്ക് കൊടുത്തേന്ന്. ഇനി വേറെ ചിലരുടെ കമന്റ്, ബാങ്ക് കൊടുത്തോ? കൊടുത്തല്ല. നിസ്കരിച്ചാലോ? അന്ന് നിസ്കരിക്കും. അല്ല, അതൊന്ന് തീർന്നു കിട്ടിയാൽ പിന്നെ ചിന്തിക്കണ്ടല്ലോ. നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന പ്രയോഗം കണ്ടങ്ങൾ, അത് പിന്നെ ചിന്തിക്കണ്ടല്ലോ. നിസ്കാരത്തെക്കുറിച്ച് പ്രയോഗിക്കുന്ന പ്രയോഗം കണ്ട. എങ്ങനെയാ നമ്മളൊക്കെ കഴിച്ചലാവും മനുഷ്യന്മാരെ? മഹാന്മാരെ കുറിച്ച് കേൾക്കണോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ സാബിത്ത് ബിൻ അസ്ലം അൽ ബുനാനി റളിയല്ലാഹു അൻഹു വലിയ മഹാന. ഡെയിലി 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. എല്ലാ ദിവസവും ഒരു ഖത്ം ഓതി തീർക്കും. എല്ലാ ദിവസവും ഒരു ഖത്ം ഓതി തീർക്കും. മഹാനവറുകൾ വഫാത്തായി. വഫാത്തായപ്പോൾ മഹാനവറുകളെ ഖബറടക്കുന്ന ഘട്ടത്തിൽ മഹാനെ താഴെ കിടത്തി മുകളിൽ ഇങ്ങനെ കല്ലിങ്ങനെ വരി വരിയായി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ല് താഴെ വീണുപോയി. മഹാന്റെ ദേഹത്തല്ല, സൈഡിൽ വീണുപോയി. ബാക്കി കല്ലൊക്കെ മാറ്റി ആ വീണുപോയ കല്ലെടുക്കാൻ താഴെ ഖബർ കുഴിക്കുന്ന ആൾക്കാരിൽപ്പെട്ട ഒരാൾ താഴെ ഇറങ്ങിയപ്പോൾ കണ്ട അത്ഭുതം എന്താ അറിയോ? ഈ മഹാന്, ഈ കടത്തിയ മഹാൻ ജസ്റ്റ് 2-3 സെക്കൻഡ് മുമ്പ് കടത്തിയ മഹാൻ അവിടുന്ന് എഴുന്നേറ്റിട്ട് ഫഇദൻ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി, ഖബറിന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഖബറടക്കം പൂർത്തിയാവല്, മണ്ണിടൽ പോയിട്ട് കല്ലെന്നെ വെച്ച് തീരണത്രേ. അതിൻ്റെ ഉള്ളിൽ ഈ മഹാന്റെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. വേഗം ഖബറടക്കം പൂർത്തിയാക്കി. അൽ ഫവായിദുൽ മുഖ്താറിൽ കാണാം, ഈ മുഅ്മിനീങ്ങളെല്ലാം മഹാന്റെ വീട്ടിലേക്ക് പോയി. മഹാന്റെ വീട്ടിലെത്തിയിട്ട് മഹാന്റെ മകളോട് ചോദിച്ചു, ഉപ്പാന്റെ ജീവിതത്തിന്റെ ഒരു സ്റ്റൈൽ, ലൈഫ് സ്റ്റൈൽ ഒന്ന് പറഞ്ഞേ. എല്ലാ ദിവസവും 300 റക്അത്ത് ഉപ്പ സുന്നത്ത് നിസ്കരിക്കും. എല്ലാ ദിവസവും മഹാനായ ഉപ്പ ഒരു ഖത്മെങ്കിലും ഓതി തീർക്കും. എന്നിട്ട് തഹജ്ജുദ് അവസാന ഘട്ടത്തിലെത്തിയാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യും. എന്താ ദുആർക്കലെന്നറിയാം? അള്ളാഹുവേ, ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പാവം സാബിത്തിനെ തരണേ. നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് പൂതി തീർന്നിട്ടില്ല. ഇനി നീ ചാൻസ് ആർക്കും കൊടുക്കുന്നില്ലെങ്കിൽ വേണ്ട, അങ്ങനെ ആർക്കും കൊടുക്കൽ നീ അലൗഡ് ആണെങ്കിൽ ആ പെർമിഷൻ എനിക്ക് തരണേന്ന്. നമ്മൾ ഇന്ന് വിത്ത് നിസ്കരിച്ചോ? ഇന്നലെ നിസ്കരിച്ചോ? എത്ര ആൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചു? പ്രായമുള്ള മനുഷ്യന്മാർ ഈ പള്ളിയിൽ ഇങ്ങനെ നിറയുമ്പോൾ ചെറുപ്പക്കാരെ നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ച് ഒറ്റ വിടൽ. സുന്നത്തൊക്കെ നിങ്ങൾ നിസ്കരിച്ചോളി. എത്ര കാലാണ് നമ്മൾ ഈ ഓടൽ? നിങ്ങൾ കാണുന്നില്ല, ഈ തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരത്തെ എപ്പോഴാ? അതിൻ്റെ ചെറുപ്പകാലത്താ. പശു ഏറ്റവും കൂടുതൽ പാല് തരത്തെ എപ്പോഴാ? അതിൻ്റെ യുവത്വ കാലത്താ. നമ്മളെ നാട്ടിലെ പള്ളിയിൽ സുബഹിക്ക് ഏറ്റവും കൂടുതൽ ആളുണ്ടാകുന്നത് ആരാ? പ്രായമുള്ള ആള്.
അത് മതിയോ നമുക്ക്? ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. അത്തരത്തിലുള്ള പ്രായത്തിലുള്ള ചെറുപ്പക്കാർ പല വേണ്ടാത്തരങ്ങളുടെയും കൂട്ടായ്മ യുവ കൂട്ടായ്മയായി രൂപപ്പെടുമ്പോൾ ഖൈറിൻ്റെ കൂട്ടായ്മയായ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് 1000 അഭിനന്ദനങ്ങൾ. അർശിൻ്റെ തണൽ കിട്ടുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്ന ആ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പള്ളി സജീവമാക്കണം. പള്ളിയിൽ നമ്മളാണ് മുന്നിലുണ്ടാവേണ്ടത്. ജമാഅത്തിന് എല്ലാവരും പങ്കെടുക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പദ്ധതി രൂപപ്പെടുത്തൂ. നാട്ടിലുള്ള മുഴുവൻ കൂട്ടുകാരും പള്ളിയിൽ ജമാഅത്തിനെത്തണം. അങ്ങനെ നമ്മളെ ജീവിതത്തെ ഭംഗിയാക്കണം. ഒരാളുടെ ഖൽബ് മരിച്ചുപോയാൽ അയാളുടെ ഇബാദത്തിന് അയാൾക്ക് ടേസ്റ്റ് കിട്ടൂല. നിസ്കരിക്കാനൊരു രസമില്ല. നിസ്കാരം തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചില പുരുഷന്മാർ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, ലുങ്കി ഉടുത്തിട്ടാണ് നിസ്കരിക്കല്. ഉറങ്ങുമ്പോൾ കൊടുത്ത ലുങ്കിയും പിന്നെ ഒരു ബനിയനും ഉണ്ടാവും. MP ലോറി ഡ്രൈവറുടെ ഒരു ബനിയൻ, കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് 3 വെടിയുണ്ടകളേറ്റ ഒരു ബനിയനും ഉണ്ടാവും. ആ സമയത്ത് മൂപ്പര്, മഹാനായ മൂപ്പർ വൈഫിനോട് പറയുന്നുണ്ടാവും, ഞാൻ ഡ്രസ്സ് പെട്ടെന്ന് ഇസ്തിരിട്ടെ, എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, വെഡ്ഡിങ് പ്രോഗ്രാം ഉണ്ട്, പെട്ടെന്ന് ഇസ്തിരിട്ട് കല്യാണത്തിന് മുമ്പേ. അള്ളാൻ്റെ അടുത്തോ അത് മതി. പിന്നെ എങ്ങനെയാൾക്ക് നിസ്കാരത്തിന് ടേസ്റ്റ് ഉണ്ടാവുക? പിന്നെ എങ്ങനെ ഇബാദത്തിന് ആനന്ദം ഉണ്ടാവുക? അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഒരു മാറ്റത്തിന് വിധേയമാവും. ഖൽബ് മരിച്ചുപോയതിൻ്റെ രണ്ടാമത്തെ അടയാളം, ഞാൻ എൻ്റെ പ്രഭാഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. രണ്ടാമത്തെ അടയാളം, തെറ്റ് ചെയ്യാൻ പേടിയില്ലാതിരിക്കുക. ഒരു പേടിയില്ല. എന്ത് പേടി? ഇന്നലെ കണ്ടിന് പെണ്ണിനെ, ഇന്നും കണ്ടു, നാളെയും കാണും. എനിക്ക് പിന്നെ ബോയ്സ് സ്കൂൾ ചേർന്ന പരിസ്ഥിതി. എന്താ ശരിക്കും ഈ തെറ്റയിനയിലെ ഏറ്റവും അപകടം എന്താണെന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ്. തെറ്റ് ചെയ്താൽ തൗബ ചെയ്താൽ പുറത്ത് കിട്ടുമായിരിക്കും, ശരി. പക്ഷെ തെറ്റ് ചെയ്യുന്നതിൽ വലിയ അപകടം എന്താ വെച്ചാൽ, ഒരു തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ നിന്നാൽ ചിലപ്പോൾ കാഫർ വരായി പോകും. എന്ത് തെറ്റ്? അതല്ലേ ഈ കാലത്ത് നോക്കിയാൽ നടക്കും ഉസ്താദേ. അങ്ങനെ നോക്കിയുടെ ബിസിനസ് ചെയ്യലുണ്ടാവുമോ? എല്ലാം പലിശ എന്ന് പറഞ്ഞാൽ ആ വാക്ക് കുറച്ച് അപകടം. ആ പലിശയുടെ ഇടപാട് മൂപ്പര് നടത്തിയ ഹറാം. പക്ഷെ മൂപ്പര് ആ നിയമത്തിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ഒരു പക്ഷെ ഈമാൻ എന്നെ തെറിച്ചു പോകും, ഇസ്ലാം ഒന്ന് പുറത്തുപോയി. അവസാന കാലമാകുമ്പോൾ മുർത്തദ്ദാവുന്ന വാക്കുകൾ ഇൽമിൻ്റെ അഹ്ലുകാരടുത്ത് തന്നെ വരും. എന്നിട്ടല്ലേ സാധാരണക്കാർ രക്ഷപ്പെടുക എന്ന് കിതാബിലുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ നല്ല ജാഗ്രത ഉണ്ടാവണം. ആലിമീങ്ങളെ കളിയാക്കിയാൽ തന്നെ ഈമാൻ നഷ്ടപ്പെടും. എലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ട് കോലം കത്തിക്കൊന്നും വേണ്ട. സൗണ്ട് എടുത്ത് കളിയാക്കിയാൽ തന്നെ ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സുന്നത്തിനെ കളിയാക്കിയാൽ ഈമാൻ തെറിച്ചു പോകും. കിതാബുകൾ ചർച്ചയുണ്ട്. എല്ലാ വീഡിയോവിൻ്റെയും താഴെയുള്ള കമൻറ്റുകൾ യുക്തിവാദികൾ എഴുതി വിടുമ്പോൾ, പ്രിയപ്പെട്ട മോമിനിങ്ങളെ, നമ്മൾ ഈമാൻ അള്ളാഹു തന്നൊരു നിധിയാണ്. അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. തെറ്റിലെ ഏറ്റവും ഗൗരവമുള്ള രണ്ടാമത്തെ തെറ്റ് ഏതാണെന്ന് വെച്ചാൽ, ചെയ്ത തെറ്റ് മൂപ്പര് പരസ്യമാക്കുക. ചെയ്ത തെറ്റ് മൂപ്പര് പരസ്യമാക്കുക. ഇപ്പോൾ ഒരു ഹറാമായ ഫോട്ടോ ക്ലാസ്മേറ്റ് ആയ പെൺകുട്ടിയുടെ കൂടെ എടുത്തു എന്ന് വിചാരിക്കുക, ഹറാം. അത് സ്റ്റാറ്റസ് ആക്കുക. ഫാമിലിയിൽ ഒരു ഹറാമായ ഇടകലർച്ച ഉണ്ടായി, അത് വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിലിടുക. ചെയ്ത തെറ്റിനെ പരസ്യമാക്കിയാൽ ഇൽഹാറുൽ മഅസിയത്തി ലിന്നാസി വഹുവ അബ്അദു ലിൽ മഗ്ഫിറ. മുല്ലാലിൽ ഖാരിയുടെ ഇബാറത്താണ്. മഹാന്റെ മജ്മുഉർ റസായിൽ എന്ന് പറഞ്ഞാൽ 80 റിസാലകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു കിതാബുണ്ട്. കുറേ കിതാബുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നർത്ഥം. അതിൽ കാണാം, ചെയ്ത തെറ്റ് പരസ്യമാക്കിയാൽ അത് പുറത്തു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേ ആശയം തന്നെ ഇബ്നു ബത്വാൽ തങ്ങൾ ബുഖാരിയുടെ ശറയിൽ പറയുമ്പോൾ പറയുന്നുണ്ട്, അത് അള്ളാഹിനോടും മലക്കുകളോടുള്ള ധിക്കാരാണ്. മൂന്നാമത്തെ ഒരു അപകടം പിടിച്ച തെറ്റുണ്ട്. അതേതാന്ന് വെച്ചാൽ, മൂപ്പര് മുഖേന വേറൊരാൾ തെറ്റ് പഠിക്കുക. ഉദാഹരണത്തിന് ഭാര്യ എന്നെ പഠിച്ച പ്രശ്നമില്ല. മൂപ്പര് നല്ല തഹജ്ജുസ്കരിക്കുന്ന പെണ്ണായിരുന്നു മൂപ്പര് കല്യാണം കഴിക്കുമ്പോൾ. മൂപ്പരെ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പം എല്ലാം പോയി. ഷെഹറാൻ ഇമാമിൻ്റെ അൽ അൻവാർ ഫി ആദാബി സുഹബത്തിൽ അഖയാറിൽ പറയുന്നുണ്ട്, നമ്മളെ കൂടിയ ഒരാൾക്ക് ഈമാൻ കൂട്ടുന്നല്ലാണ്ട് കുറയ്ക്കരുത്. കൗലുണ്ട്, അങ്ങനെ ഒരു കീലുണ്ട്, അത് ഇമാമിന് അഭിപ്രായം ഉണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഉള്ള സാധനവും കുറയ്ക്കരുത്. നമ്മൾ കൂടെ കൂട്ടിയിട്ട് അവരുടെ ഈമാൻ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ് വേണ്ടത്.
അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മൾ മുഖേന വേറൊരാൾ തെറ്റ് പഠിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മരിച്ചാലും അയാൾ ആ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഖബറിലേക്ക് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറ്റം ഉണ്ടാവും. അതാണ് കിതാബിൽ അതിനെക്കുറിച്ച് പറയുന്ന ഇബാറത്ത് ഇങ്ങനെയാണ്: വൈലുൻ വൈലുൻ, നാശം, ലിമൻ, ആർക്ക്, മാത്ത, അയാൾ മരിച്ചു, പക്ഷേ മാത്തത്ത് മഅഹൂദു നൂബുഹു, അയാളെ കൂടെ അയാളെ തെറ്റ് മരിച്ചിട്ടില്ല. അയാളായിരിക്കല്ലോ ആ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്താലാണ് അത് കിട്ടുക. അതെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കിഡു മോനെ കിഡു, ഞാൻ ഒന്ന് കണ്ടിന്, ടെലഗ്രാമിൽ ലിങ്ക് വിടാം. ആ ഓക്കെ ശരി, നീ മരിക്കുന്നതോടൊപ്പം നിന്റെ തെറ്റ് മരിക്കുന്നില്ല. 100-200 കൊല്ലൊക്കെ ആ തെറ്റ് ആ ചങ്ങായിൻ്റെ മക്കളും കൂട്ടുകാരും ചെയ്യുന്നതിനനുസരിച്ച് നിന്റെ ഖബറിൽ ശിക്ഷ വന്നുകൊണ്ടിരിക്കും. ഇവനക്കാണ് ഈ ഭൂമിയിൽ ഏറ്റവും നാശം. തെറ്റിന് ഗൗരവമില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇബ്നു അബ്ബാസ് നിങ്ങൾ പറയുന്നുണ്ട്. തെറ്റ് ചെയ്യുന്ന സമയത്ത് നിനക്ക് സന്തോഷം ഉണ്ടാവുന്നതാണ് മോനെ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ ദുരന്തം എന്ന്. ഒന്നുകൂടി പറയാം. ഒരു മനുഷ്യൻ്റെ കൽബ് ചീത്തയായി കെട്ടുപോയി എന്നുള്ളതിൻ്റെ അടയാളം പറയുമ്പോൾ ഏറ്റവും വലിയ ദുരന്തം എന്താ? ഒരാൾ തെറ്റ് ചെയ്യുന്നതല്ല ഏറ്റവും വലിയ ദുരന്തം, പിന്നെ അയാൾക്ക് ആ തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഉദാഹരണം പറഞ്ഞാൽ, മൂപ്പര് മൊബൈലിൽ ഇങ്ങനെ ഒരു ഹറാമ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. എന്താ ചെയ്യാ, 5 മിനിറ്റ് അതിന് കറണ്ട് വന്നു. അപ്പോൾ മൂപ്പര് സിനിമ ബാക്കി കാണും. ഓക്കെ ഓക്കെ, അങ്ങനെ സന്തോഷം ഖൽബിൽ വരുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന തെറ്റിനേക്കാൾ വലിയ പ്രശ്നമാണ് തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയതിൽ നിനക്ക് ഹാപ്പി ഉണ്ടാവുന്നത് എന്ന് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിർത്താം. പറഞ്ഞു വന്നത് ലാസ്റ്റ് ഒരു കാര്യം, നിങ്ങളൊന്നുകൂടി എഴുന്നേറ്റ്, കുടിക്കുന്നവരും തിന്നുന്നവരും എഴുന്നേറ്റ് കണ്ട എന്ന് പറഞ്ഞാൽ തിന്നുമ്പോൾ കുടിക്കരുത്, എഴുന്നേറ്റിട്ട് തിന്നും കുടിക്കുകയും ചെയ്യേണ്ട, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവരും എഴുന്നേറ്റോളൂ, നമുക്കറിയില്ലേ, എല്ലാവരും എഴുന്നേറ്റോളൂ. തിന്നുമ്പോൾ നിന്നിട്ട് തിന്നാനും കുടിക്കാനും പാടില്ല എന്നാണ് ഒരു മസല പറഞ്ഞത്. ലാസ്റ്റത്തെ ഒരു കാര്യം, ലാസ്റ്റ് ഒരാളുടെ ഖൽബ് മരിച്ചു പോയതിൻ്റെ ലാസ്റ്റത്തെ അടയാളം, ആര് മരിച്ചാലും ഞാൻ മരിക്കൂ എന്നുള്ള ബോധമില്ല. അത് മുപ്പര് മരിച്ച അതെന്തോ ക്യാൻസർ ആയിട്ട് നമ്മൾ മരിക്കൂ എന്നുള്ള ബോധം ഉണ്ടാവില്ല. ബോധം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ സുബീന് ശേഷം ഉസ്താദ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും എന്ന് പറഞ്ഞ ആയത്ത് ഓതിയിട്ട് ക്ലാസ് എടുത്തപ്പോൾ വേറൊന്നും പുതിയ മാറ്ററൊന്നും ഇല്ലല്ലേ. ആ ചങ്ങായി എന്നെ എന്തോ നെഞ്ചിന് വേദനയായിട്ട് അസുഖത്തിലായിട്ട് ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പ കേൾക്കണ്ട, കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ, പറയേണ്ടവരോടൊക്കെ പറഞ്ഞു. അങ്ങനെ ഉപ്പ കേട്ടുപോയാൽ മൂപ്പർക്ക് ബേജാറാവും. ഖുർആനിലെ ആയത്തൊന്നും കേട്ടിട്ട് കാര്യമില്ല, MBBS ആണ് പ്രധാനം. ആര് മരിച്ചാലും ഞാൻ മരിക്കുമെന്ന ബോധം ഒരാൾക്കില്ലെങ്കിൽ അയാളുടെ ഖൽബ് മരിച്ചു പോയിട്ടുണ്ട് എന്ന് റൂഹുൽ ബയാൻ എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ കാണാം. ഇരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആഖിബത്ത് നന്നാവാനുള്ള അധ്വാനമാണ്. ആഖിബത്ത് നന്നായി കിട്ടാനുള്ള 20 മാർഗങ്ങൾ ഞാനിപ്പോൾ പറയാൻ പോവാം. 20 മിനിറ്റ് പോലും വേണ്ട പറയാൻ. ഇതെല്ലാം 2 കിതാബുകളിൽ നിന്നാണ് ഞാൻ ശേഖരിച്ചത്. ഒന്ന് ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥത്തിൽ നിന്ന്, ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. 2 ദഖീറത്തുൽ മആദ് അലാ ശർഹി റാത്തീബുൽ ഹദ്ദാദ് എന്ന ഹദ്ദാദ് റാത്തീബിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന്. ഇതിൽ പറഞ്ഞ 2 കിതാബുകളിൽ പറഞ്ഞ 20 കാര്യങ്ങൾ ഇവിടെ പറയാൻ പോവാം. അള്ളാഹു നമ്മുടെ എല്ലാം ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. ചെറിയ കാര്യങ്ങളാണ്, സിമ്പിളായ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാളുടെ ആഖിബത്ത് നന്നാവാൻ അള്ളാഹു അയാൾക്ക് ഈ അമല് ചെയ്യാൻ തൗഫീഖ് കൊടുത്ത് തന്നെ ആഖിബത്ത് നന്നാവാനുള്ള വഴിയായി മഹാന്മാർ പറയുന്നുണ്ട്. ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള 20 കാര്യങ്ങൾ. 1
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യുക. കാരണം ഇമാം ദാറഖൂത്നി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅത്തി, അല്ലെങ്കിൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി. എൻ്റെ റൗള ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ അവനക്ക് എൻ്റെ ശഫാഅത്ത് തീർച്ചയായിട്ടും കിട്ടും. ഈ ഹദീസിനെ ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈമാനോടെ മരിക്കും എന്നതുമാണ്. ആഖിറത്തിൽ തങ്ങളുടെ ശഫാഅത്ത് കിട്ടൽ ഈമാനോടെ മരിച്ചോരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റൗള സിയാറത്ത് ചെയ്യാൻ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ റൗള സിയാറത്ത് എളുപ്പമാവും. ഒന്ന്, ബുർദ ചൊല്ലിയിട്ട് ദ്വാരുന്ന വേഗം റൗള സിയാറത്ത് ചെയ്യാൻ കഴിയും. രണ്ട്, മുജറബായ കാര്യം ഖാജ തങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് അവിടെ വെച്ച് ദ്വാരുന്നാൽ വേഗം മദീനയിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഓരോന്നും കൂടുതൽ വിശദീകരിക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ടാണ് അടുത്തതിലേക്ക് പോണത്. രണ്ടാമത്തത്, ഈമാനോടെ മരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം, ബാങ്കിന് ശേഷമുള്ള അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് തുടങ്ങുന്ന ദുആ സ്ഥിരമായി ചൊല്ലുന്ന ആൾ ആണെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കും എന്ന് ഹദ്ദാദിന്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. യാദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം എന്ന ദിക്റിന് ശർഹ് എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ കിതാബിൽ അത് എഴുതി വെക്കുന്നുണ്ട്. ബാങ്കിന് ശേഷമുള്ള ദുആ, കാരണം ആ ദുആ ആരെങ്കിലും ചൊല്ലിയാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി, എൻ്റെ ശഫാഅത്ത് അയാൾക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അയാൾ ഈമാനോടെ മരിക്കും എന്നതിൻ്റെ സൂചനയാണ്. മൂന്നാമത്തത്, രാവിലെയും വൈകുന്നേരവും 10 വീതം സ്വലാത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലിയാൽ അദ്റക്തുഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന് ഇമാം ത്വബ്രാനി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. സ്വലാത്തിന്റെ മഹത്വം പറയുന്ന എല്ലാ ഇമാമിങ്ങളും ഈ ഹദീസ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അൽ ഖൗലുൽ ബദീഇലുണ്ട്, അദ്ദുറുൽ മൻലൂദിലുണ്ട്, മസാലിക്കുൽ ഹുനഫയിലുണ്ട്, അസ്വിലാത്തു വൽ ബിശ്ർ ഫി സ്വലാത്തി അലാ ഖൈരിൽ ബശർ എന്ന ഗ്രന്ഥത്തിലുണ്ട്, അഫ്ളലുസ് സ്വലവാത്തിലുണ്ട്, യൂസുഫ് നബ്ഹാനി തങ്ങളുടെ സഅദത്തുദ് ദാറൈനിൽ എല്ലാ കിതാബിലുണ്ട്. 10 വീതം സ്വലാത്ത് രാവിലെയും വൈകുന്നേരവും ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് ശഫാഅത്ത് ലഭിക്കും. ചുരുങ്ങിയത് അത്രയെങ്കിലും നമ്മൾ ചൊല്ലണം. നാലാമത്തത്, ഒരു ദിവസം 10 പേരോടോ അല്ലെങ്കിൽ 20 പേരോടോ സലാം പറഞ്ഞാൽ അയാൾ ഈമാനോടോ ഇരിക്കും. എന്താ 10 അല്ലെങ്കിൽ 20? രണ്ടിലും ഹദീസ് ഉണ്ട്. അശ്റൻ ഔ ഇശ്രീൻ എന്നുണ്ട് ഹദീസിൽ. 10ഓ 20ഓ ആൾക്ക് സലാം പറഞ്ഞാൽ അയാൾ ഈമാനോടെ മരിക്കും. ഹദീസിൽ കാണാം. അത്തർഗീബ് വത്തർഹീബിൽ ഹദീസ് എടുത്തുദ്ധരിക്കുന്നുണ്ട്. 10 ആളോട് ഒന്നിച്ചു ചൊല്ലിയാൽ മതിയോ? ഇപ്പൊ ഞാൻ ഈ പ്രസംഗം തുടങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും മടക്കുമല്ലോ. അങ്ങനെ മതിയോ? അല്ല, ഓരോരാളെയും കണ്ടിട്ട് ചെല്ലണോ എന്ന് ചിലർ സംശയിക്കും. അതിന് തൊട്ട് ശേഷം മറുപടി കിതാബിൽ, ഞാൻ നേരത്തെ ഉദ്ധരിച്ച 2 കിതാബിലും ഉണ്ട്. ഫർദൻ ഔ ജംഅൻ, 10 ആളോട് ഒന്നിച്ചായാലും 10 പേരോട് ഇൻഡിവിജ്വൽ ആയാലും കുഴപ്പമില്ല. 10 ആളോട് സലാം പറഞ്ഞാൽ അയാൾ ഈമാനോട് മരിക്കും. SSFന്റെ പ്രോഫ് സമ്മിറ്റിന് ഒരു തവണ ഈ നന്മ ബസ്സിൽ വരുന്ന SSFന്റെ കുട്ടികളോട് പറഞ്ഞപ്പോൾ പിന്നീട് 1-2 കൊല്ലം കഴിഞ്ഞിട്ട് ആ കുട്ടികൾ കണ്ടപ്പോൾ പറഞ്ഞു, നമ്മളെ കോളേജിൽ ഇപ്പോൾ സലാം കൊണ്ട് ഏറും കളിയാണ് ഉസ്താദേ. അൽഹംദുലില്ലാഹ്, കുട്ടികൾ സ്വീകരിക്കും. കുട്ടികളോട് പറയേണ്ട പോലെ പറഞ്ഞാൽ കുട്ടികളൊക്കെ സ്വീകരിക്കും. കുറ്റപ്പെടുത്തൽ നിർത്തുക, തോളത്ത് കൈ വെക്കുക, ചേർത്ത് നിർത്തുക, കുട്ടികളൊക്കെ നന്നാവും. അപ്പോൾ നാലാമത്തത്, പിന്നെ ഒരു ദിവസം 10 ആളോടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് സലാം പറയാം. 5, യതീമുകൾക്ക് ഭക്ഷണം കൊടുത്താൽ തിർമിദിയുടെ റിപ്പോർട്ടിൽ കാണാം അയാൾ ഈമാനോടെ മരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ്. അത് സ്വന്തമായി യതീമാവട്ടെ എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങൾ ഭർത്താവ് മരിച്ചു, ചെറിയ കുട്ടികളുണ്ട്, അപ്പോൾ സ്വന്തമായിട്ടുള്ള യതീം കുട്ടികളാണല്ലോ.
സ്വന്തത്തിലുള്ള യതീമാവട്ടെ, വേറെ ആരുടെയെങ്കിലും ഉള്ള അണ്ടറിലുള്ള യതീമാവട്ടെ, യതീംഖാനയിലെ കുട്ടികളാവട്ടെ, ഈമാനോടെ മരിക്കാനുള്ള വഴിയാണ് യതീമുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. 5, അവരെ അള്ളാഹു ഏറ്റെടുക്കുന്ന, പാവങ്ങളെ ഏറ്റെടുത്താൽ അള്ളാഹു അവരെ ഏറ്റെടുക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. പാവങ്ങളെ ഏറ്റെടുത്ത അള്ള ഏറ്റെടുക്കും. അള്ള ഏറ്റെടുത്ത ഈമാനോട് മരിക്കും എന്നുള്ളത് ഗ്യാരണ്ടി അല്ലേ? അതാണ് 5-മത്തത്. 6-മത്തത്, എല്ലാ ദിവസവും 3 തവണ സ്വർഗം തരണേ എന്ന് അള്ളാഹുവിനോട് ഏത് ഭാഷയിൽ ചോദിച്ചാലും അയാൾക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞാൽ അയാൾ ഈമാനോട് മരിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. വെറുതെ അല്ല ഹദ്ദാദിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സഖ്തിക വന്നാർ. ഹദ്ദാദ് ദിക്റുകളുടെ ഒരു വല്ലാത്ത ശേഖരല്ലേ, വല്ലാത്ത ശേഖരല്ലേ. അതാണ് 6-മത്തത്. 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അള്ളാഹിനോട് പറയാത്രേ, 3 തവണയല്ല എന്നോട് ചോദിക്കണത്, എനിക്കും അവനെ വേണമെന്ന്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. 7-മത്തത്, നല്ല തണുപ്പുള്ള രാത്രി എല്ലാ സുന്നത്തുകളും പാലിച്ചിട്ട് വുളു എടുത്താൽ അത് കുറച്ച് കഷ്ടമാണല്ലോ, കുറച്ച് കഷ്ടപ്പാടാണല്ലോ. എങ്ങനെയെങ്കിലും വെള്ളം ഒപ്പിക്കുന്ന തണുത്ത് വറക്കുമ്പോൾ അങ്ങനെ എല്ലാ സുന്നത്തും പാലിച്ച് വുളു എടുക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഈമാനോടുള്ള മരണം ലഭിക്കുന്നതാണ്. അൽ വുളൂഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനിന്റെ ആയുധാണ് വുളൂ. കറക്റ്റ് വുളൂ എടുക്കണം. തലയൊക്കെ ഇങ്ങനെ ഒന്ന് മുഴുവൻ തടവിയ 40 പ്രാവശ്യം വുളൂ എടുത്ത് പോകില്ല. വുളൂവിൻ്റെ ഒറ്റൊരു സുന്നത്തിൻ്റെ മഹത്വം ഇടയിൽ പറയും. വുളൂ തുടങ്ങണ സമയത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ള് ചൊല്ലണം. നമ്മൾ ഈ ചൊല്ലുന്ന ദിക്ർ ചെറുതാണെങ്കിലും കുറച്ചാണെങ്കിലും അത് അതിൻ്റെ മട്ടത്തിൽ ചൊല്ലണം. ഒരു ഉദാഹരണം പറയാം. 2 സുജൂദാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കണ ഇബാദത്ത്. ആ 2 സുജൂദിൻ്റെ ഇടയിൽ കുറച്ച് സമയമുള്ളൂ, അത് ദീർഘിപ്പിക്കാൻ പാടില്ല, നിസ്കാരം ബാത്തിലാവും. അൽ ജുലൂസ് ബൈന സജദതൈൻ, 2 സുജൂദിൻ്റെ ഇടയിൽ ദീർഘിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവും. ദീർഘിപ്പിക്കരുത്. 2 സുജൂദിൽ അള്ളാഹുവായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കണ സമയം അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് ഒരടിമ അടുക്കണ സുജൂദ് എന്ന സമയത്താണ്. അതിലെ ദിക്റിൻ്റെ സെറ്റപ്പ് തന്നെ കണ്ടിട്ട് നിങ്ങൾ, നമ്മൾ താണ് ശരീരവും മനസ്സും താണ്, ആൾക്കാർ ചവിട്ടുന്ന ഭൂമിയോളം താണ് നെറ്റിത്തടം അള്ളാഹുവിന് വേണ്ടി അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നാട്ടുകാർ നടന്നു പോകുന്ന ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മളെ നെറ്റിത്തടവും മുഖവും വെച്ചിട്ട് ഞാൻ എത്ര താണാലും സുബ്ഹാന റബ്ബി അൽഅല വബിഹംദിഹി, എൻ്റെ റബ്ബ് ഉന്നതനാണ്, ആ ഉന്നതനായ റബ്ബിനാണ് എല്ലാ സ്തുതിയും, നീ എത്ര പരിശുദ്ധനാണ് എന്നാ പറയുന്നത്. അതാണ് ആ ദിക്ർ അവിടെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ താല്പര്യം എന്ന് ഇബ്നു ഹജർ അങ്ങൾ തുഹ്ഫയിൽ ഷഹറാനി ഇമാം പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അങ്ങനെ 2 സുജൂദ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ ഉള്ള ദുആ നിങ്ങൾ ആലോചിച്ചൊക്കെ, റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി, ബാക്കി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി, 7 ദുആ ഉണ്ട്. റബ്ബി ഗ്ഫിർലി, എൻ്റെ എല്ലാ ചെളിയും ഒന്ന് വൃത്തിയാക്കി കഴുകി ശുദ്ധിയാക്കി തരണേ. വർഹംനി, ചെളിയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ തുണി ഉരുന്നിട്ടിക്കാൻ പാടില്ല, ഒരാത്മീയതയുടെ ഡ്രസ്സ് ഇട്ടേരണേ. വജ്ബുർനി, കുറേ ഓട്ടകളെല്ലാം ഉണ്ട് കുറേ ഇബാദത്തിൽ, അതെല്ലാം നീ അടച്ചേർണേ. വർഫഅനി, കുറേ കാലമായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇങ്ങനെ തൂങ്ങി നിൽക്കല, ഒന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്കെങ്കിലും ഒന്ന് കയറ്റിയിട്ട് നേരത്തെ പറഞ്ഞ ഔലിയാക്കളുടെ ദർജയൊന്നും ഇല്ലെങ്കിൽ ഒരു നല്ല മൂമിൻ്റെ ദർജയെങ്കിൽ വർഫഅനി. വർസുഖ്നി, ഈ ജീവിതത്തിൽ വേണ്ടതും ആഖിറത്തിൽ വേണ്ടതൊക്കെ നീ തരണേ. ആരെ മുമ്പിലും കൈ നീട്ടാതെ, ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കാതെ, ഒരു ഇഞ്ചക്ഷന് 10 ലക്ഷം കൊടുക്കേണ്ട അവസ്ഥയില്ലാതെ, നമ്മൾ മരിച്ച നമ്മളെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് ജുമാഅത്ത് പള്ളിയിൽ ബക്കറ്റ് പിരിവ് നടത്താതെ, ഇയാളൊന്നും മരിച്ചു കിട്ടിയാൽ മതിയെന്നു എന്ന് ഉദ്ദേശത്തോടു കൂടി ഉപ്പ കുറേ കാലമായിട്ട് അസുഖമാണ് സലാമത്താവാന്ന് വെറുതെ പറഞ്ഞിട്ട് ദ്വാരിപ്പിക്കും. അങ്ങനൊന്നും ആവാതെ പിന്നെ വഹ്ദിനി, 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് കൊടുത്ത ആൾ ഈമാനില്ലാണ്ട് മരിച്ചു പോയിട്ടുണ്ട്, എൻ്റെ ഈമാൻ നീ ശരിയാക്കി തരണേ. ഹജ്ജ് ക്ലാസ് സ്ഥിരം എടുക്കുന്ന ആൾ ഈമാനില്ലാതെ മരിച്ചിട്ടുണ്ട്, എനിക്ക് നീ കാവൽ തരണേ. റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ദീൻ പഠിച്ച റജ്ജാൽ മുസൈലിബത്തുൽ കദ്ദാബ് കുറച്ച് പണം കൊടുത്തപ്പോൾ മുർത്തദ്ദായി, സ്വഹാബത്തിനെതിരെ യുദ്ധം ചെയ്ത് കാഫറായി മരിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും പെടുത്തല്ലേ. നമ്മൾ ഉസ്താമാരെ തന്നെ പുകഴ്ത്തിയിട്ട് പ്രസംഗിച്ചിട്ട് ഇപ്പം കള്ളത്തൊരീക്കത്തിൽപ്പെട്ടിട്ട് നമ്മൾ ഉസ്താമാർക്കെതിരെ എന്നെ സംസാരിക്കണ, അങ്ങനെയൊന്നും നീ എന്നെ ആക്കല്ലേ.
ഹിദായത്ത് തെറ്റിക്കല്ലേ, അർസുഖിനി വഹദിനി വാഫിനി, എനിക്ക് നല്ല ആഫിയത്ത് തരണേ. ഇതാണ് എഴുതുക. നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്ന ഒരു ചിന്ത ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ എഴുതുക ശരിക്കും സുജൂദിൻ്റെ ഇടയിൽ നിർത്തുന്നുണ്ട്. ഇപ്പം പലരുടെയും വിരൽ അനങ്ങുന്നുണ്ട്. ഉണ്ടല്ലേ, മൂപ്പർ പറഞ്ഞ കറക്റ്റാണല്ലോ. മനുഷ്യന്മാരെ, ഇനിയെങ്കിലും ഒന്നാം മട്ടത്തിലായിരുന്നിട്ട് ഇത് രസമുണ്ടാവും, ഇത് റാഹത്തുണ്ടാവും, എന്തൊരു ആനന്ദം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ്. തണുപ്പുള്ള രാത്രി ഒരു സുന്നത്ത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പറയണത് അല്ലേ. വുളുവിൻ്റെ ഒരു സുന്നത്താണ് ബിസ്മില്ല. തുടക്കത്തിൽ ബിസ്മില്ലാലുള്ള വ്യത്യാസം എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ചൊല്ലാതെ ഒന്നുകൊടുത്താൽ ബിസ്മി ചൊല്ലിയിട്ട് ഒന്നുകൊടുത്താലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബിസ്മി ചൊല്ലാതെ ഒന്നുകൊടുത്താൽ വെള്ളം എത്തിയ അവയവങ്ങളുടെ എല്ലാ അവയവങ്ങളുടെയും ദോഷം പൊറുക്കും. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, വെള്ളം എത്തണം. ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ. ബിസ്മി ചൊല്ലിയിട്ടൊന്നു കൊടുത്താലോ വെള്ളം എത്താത്ത സ്ഥലത്തെ ദോഷവും പൊറുക്കും. വെള്ളം എത്തണമെന്നൊന്നുമില്ല, എല്ലാ സ്ഥലത്തെയും ഹൃദയം കൊണ്ട് ചിന്തിച്ച ദോഷവും വുളു എടുക്കുമ്പോൾ ബിസ്മി ഇല്ല. അതുകൊണ്ട് ആ ഹദീസിനെ റാസി മാമ വ്യാഖ്യാനം ചെയ്യുന്നത് അടിപൊളി വ്യാഖ്യാനമാണ്. സ്ഥിരം ബിസ്മി ചൊല്ലുന്ന ആളാണ് വുളുവിൽ എങ്കിൽ അയാൾ ബിദ്അത്തുകാരനാവില്ല. കാരണം ബിദ്അത്ത് എന്ന തെറ്റ് ഖൽബിൻ്റെ തെറ്റാണ്. കണ്ടോ എന്താ ഇത് ചില്ലറയാ? വുളുവിൽ എത്ര സുന്നത്തുണ്ട്. വുളുവിലെ സുന്നത്തൊക്കെ പാലിക്കുക. എത്ര എണ്ണം പറഞ്ഞു ഇപ്പോൾ ഈമാനോടെ മരിക്കാനുള്ള? 6. ഏഴാമത്തത് 12 വർഷം ബാങ്ക് കൊടുത്ത ഒരാളാണെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുമെന്നുള്ള ഗ്യാരണ്ടിയാണ്. 11ാമത്തെ കൊല്ലം കമ്മിറ്റിക്കാർ അസൂയ കൊണ്ട് പുറത്താക്കിയാലും വേറെ പള്ളിയിൽ കൊടുത്താൽ മതി. മുഅദ്ദിനായ ഉസ്താദിനെ നിന്ദിക്കുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ ഒരു അലാമത്താണ്. മുഅദ്ദിനെ നിന്ദിക്കരുത്. പേര് നല്ല ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിന്റെ പേരുണ്ടാവും, അസിസ്റ്റന്റ് ഖത്തീബ്. എന്നിട്ട് ജോലി മൂത്രച്ചോളി കഴുകല്, അവരൊന്നും കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. ബാങ്കും ഇഖാമത്തും കൊടുക്കലാണ് ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ അഫ്ളൽ അള്ളാഹിന്റെ അടുത്ത്. നിങ്ങളെ ശമ്പളമല്ല ഞാൻ പറയണത്, അള്ളാഹുവിന്റെ അടുത്ത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാതെ ഭയങ്കര പവറാ. ബാങ്ക് കൊടുത്താലുള്ള പവർ നിങ്ങൾക്ക് കേൾക്കണോ? വലാ മദറുൻ വലാ ഹജറുൻ. ബാങ്ക് കേൾക്കുന്ന കല്ലും മരങ്ങളും എല്ലാം ഈ മനുഷ്യന് വേണ്ടി സ്വർഗം കിട്ടാൻ സാക്ഷിക്കും അത്ര. എത്ര കല്ലും മരങ്ങളും മുക്രി ഉസ്താദിനുണ്ട് ആഖിറത്തിലെത്തുമ്പോൾ നമുക്ക് എന്താ ഉള്ളത്? അവരെ കുറിച്ച് ഹദീസിലുള്ള എന്താ? എല്ലാവരും ഖിയാമത്ത് നാൾ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാങ്കുകാരെന്താ അത്വലുന്നാസി അയനാക്കൻ, പിരടി നീണ്ടിട്ടാ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥമുണ്ട്. അതിലൊരർത്ഥം ഇതെന്താ വിചാരണക്ക് വിളിക്കാതെ കുറേ സമയമല്ലോ അല്ലേ? ഒരു അഭിമാനത്തോടെ നിൽക്കും അത്രേ. അത്വലുന്നാസി അയനാക്കൻ കണ്ടാ. 12 കൊല്ലം ബാങ്ക് കൊടുത്താൽ അയാൾ ഈമാനോടെ മരിക്കും. നെക്സ്റ്റ്, എല്ലാ ഫർള് നിസ്കാര ശേഷവും 10 വീതം ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ അയാൾ ഈമാനോടെ മരിക്കുമെന്നത് ഖൈർ എന്ന കിതാബിൽ ഉണ്ട്. അങ്ങനെ ആയാൽ തന്നെ 50 ഇഖ്ലാസ് ആവുമല്ലോ ഡെയിലി. ഒരു മനുഷ്യൻ മരിക്കണതിന് മുമ്പ് സ്വന്തത്തിന് വേണ്ടിയിട്ട് 1,00,000 ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ അയാൾ നരകത്തിൽ പോകില്ലെന്ന് ഹദീസും ഉണ്ട്. അതെല്ലാം ഓതി തീർക്കണം. വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇടരുത്. കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ടാൽ ആ സ്റ്റാറ്റസ് പോകുമ്പോൾ ഇതും പോകും. ഒന്നും ഇടണ്ട. അടുത്തത്, രാവിലെയും വൈകുന്നേരവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. വിർദുൽ ലത്തീഫിൽ ഉണ്ടല്ലോ ആ ഇസ്തിഗ്ഫാർ. രാവിലെയും വൈകുന്നേരവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ആ ദിവസം മരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുമെന്ന് ഹദീസിൽ കാണാം എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്ന ഹദീസ് ഉണ്ട്. അടുത്തത്, ഒരാളെ പേരിൽ 100 ആളെങ്കിലും ചുരുങ്ങിയത് മയ്യത്ത് നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ ഒരു 4-3 സുഫ് നിസ്കരിച്ചാൽ അയാൾ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞാൽ അയാൾ ഈമാനോടെ മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ എല്ലാം ഒരു ബർക്കത്ത്. ആചാര്യ ഇപ്പോൾ സംഘടനയിലൊന്നുമില്ല, മുസ്ലിം ജമാഅത്തിലൊന്നും. ഞാൻ നിർത്തി. ഇതെന്താ ബിസിനസ്സാണ് നിർത്താൻ? ഞങ്ങൾ അസർ നിസ്കാരത്തിന് കാണില്ലല്ലോ. ഞാൻ നിർത്തി, കുറേ ആയാലും നിസ്കരിക്കുന്നത്. ഭയങ്കര വർത്താനാണല്ലോ. ഒരു ഖൈറായ കാര്യത്തിന് ചാൻസ് കിട്ടിയിട്ട് നിർത്താനോ? ഇതെന്ത് വർത്താനായി പറയണത്? 70 വയസ്സിനോട് അടുത്ത സമയത്ത് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഉഹദിൽ പോയിട്ട് ഷഹീദാവണം.
മുസന്നിഫിന് തന്നെ തരികയാണല്ലേ. ഒരു പുസ്തകമുണ്ട് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വായിക്കാനുള്ള ഒരു പുസ്തകമാണ്. SSFൻ്റെ കുട്ടികൾ ഇവിടെ വിതരണം ചെയ്യും. ഇത് എഴുതിയ ആളുടെ പേര് മുഹമ്മദ് അനസ് അമാനി എന്നാണ്. ഓറന്നെയാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. മനസ്സിലായില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിക്കാനും മാത്രമല്ല. കിതാബിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കുക എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഖിദ്മത്തിൻ്റെ ഭാഗമാണ്. അനസ് തങ്ങൾ ഏതായാലും റസൂലുള്ളാഹിൻ്റെ ഖിദ്മത്തായി. അനസ് റളിയല്ലാഹു സുബ്ഹാനല്ലാഹി റസൂലുള്ളാഹിൻ്റെ ഖാദിമായി. നമുക്കും ഖാദിമീങ്ങളിൽ പെടാൻ തങ്ങളെക്കുറിച്ച് കൂടുതൽ വായിക്കുക. ഇവിടെ പുസ്തകം വിതരണം ചെയ്യുമ്പോൾ നിങ്ങളത് മനോഹരമായി സ്വീകരിച്ച് വായിക്കണമെന്ന് ഇടയിൽ പറയാം. കൂടുതൽ ആളുകൾ ഒരാൾക്ക് മയ്യത്ത് നിസ്കരിച്ചാൽ അയാൾ സ്വർഗത്തിലെത്തും. അംർ ഇബ്നുൽ ജമൂഅ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ വഫാത്താകുമ്പോൾ ഓരോ വയസ്സ് 70 അടുത്തിട്ടുണ്ട്. അത്ര ഉഹദിൻ്റെ രണാങ്കണത്തിലെത്തിയപ്പോൾ അംർ ഇബ്നുൽ ജമൂഅ റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്താനം എന്താ അറിയാം? അല്ലാഹുമ്മ അർസുഖ്നി ഷഹാദ, ഇനി എന്നെ വെറും കൈയോടെ തിരിച്ചയച്ചക്കല്ലേ ഷഹീദായിട്ട് മരിപ്പിക്കണേ. ഏതാ പ്രായം നോക്കിയാണ്. ഓരൊക്കെ പോയ സ്വർഗത്തിൽ നമുക്ക് പോകണ്ടേ? അടുത്തത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യോദയം വരെ അവിടെ തന്നെ ഇരുന്ന് ദിക്ർ ചൊല്ലിയാൽ അയാൾക്ക് ഈമാനോടുള്ള മരണം ഉണ്ടാവും. അപ്പോൾ ചിലർക്ക് സംശയമുണ്ടോ, ഈ കാലനക്കണതിന് മുമ്പ് ദിക്ർ ചൊല്ലാൻ നിർദ്ദേശം വന്ന ചില ദിക്ർ ഉണ്ടാവും അല്ലേ? മഗ്രിബിൻ്റെ സുബഹിൻ്റെ ഒക്കെ ശേഷം. അപ്പോൾ ഉസ്താദ് കാല് ഭയങ്കര തെരിപ്പ്, ചെറിയ കടച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്ന്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാലി മാറ്റി വെച്ചാൽ ഈ ഓഫർ നഷ്ടപ്പെടുമോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് ഉത്തരം. ജസ്റ്റ് ഒന്ന് കാല് മാറ്റി വെച്ച്, കാല് തിരിച്ചിട്ടോ ബുദ്ധിമുട്ടായിട്ടോ, അത് ഷെയ്ഖ് സംസമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫത്വ ശിഷ്യനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ സംസാരം നിർത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയം കൊണ്ട് മഹബത്ത് വെക്കുന്നവരാണെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കും. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. മദീനയിൽ 40 വഖ്ത് ജമാഅത്തോടെ നിസ്കരിച്ചാൽ ഈമാനോടെ മരിക്കും. അതാണ് ഈ 8 ദിവസമെങ്കിലും അവിടെ നിൽക്കുന്നത്. അത് തുടർച്ചയായിട്ട് വേണോ? ആദ്യത്തെ മുമ്പ് എപ്പോഴോ ഉംറക്ക് വരെ 4 ദിവസം നിന്നിട്ടുള്ളൂ. അടുത്ത ഉംറക്ക് ഒരു 4 ദിവസം കൂടി നിന്നാലോ എന്നാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. തുടർച്ചയായിട്ടുണ്ടാവലാണ് അഫ്ളൽ. തുടർച്ച നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് 40 വഖ്ത് കിട്ടിയ ആൾക്ക് ഈ ഫളിൽ കിട്ടാതിരിക്കുകയൊന്നും ചെയ്യില്ല. മനസ്സിലായിനാ പറഞ്ഞത്? യെസ്. അടുത്തത് അള്ളാഹുവിനോർത്ത് കരയുന്ന കണ്ണ് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കും എന്നുള്ളതിൻ്റെ അടയാളമാണ്. വുളൂഇലായി മരിച്ച ആൾ ഈമാനോടെയാണ് മരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മരിക്കുന്ന സമയത്ത് ഉരുവിട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാം ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. അതുപോലെ ഏറ്റവും ശ്രദ്ധയോടെ ഈമാനോടെ മരിക്കുന്നു അല്ലെങ്കിൽ ഈമാനോടെ മരിക്കും എന്നുള്ളതിൻ്റെ തെളിവായി പറഞ്ഞ ഒരു കാര്യം കൂടി ഇതിനോട് ആഡ് ചെയ്യുന്നു. വുളൂവിന് ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ തുടങ്ങി അല്ലാഹുമ്മ ജ്അൽനി മിനത് തവ്വാബീന എന്ന് തുടങ്ങുന്ന ദിക്ർ സ്ഥിരം ചൊല്ലുന്ന ആളാണെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവെ നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ.